നമ്മുടെ കൂടെ ഇപ്പോൾ ജയ എന്നുള്ള ചേച്ചിയുണ്ട്. ചേച്ചിയുടെ മകൻ 29 വയസ്സായപ്പോൾ മർദ്ദനമേറ്റു. ഇപ്പോൾ 30 വയസ്സായി. ഈ കൊച്ച് ബാഗ് തോളിലിട്ട് കൊച്ച് റോഡിൽ വന്നിരിക്കുകയാണ്. പോലീസ് വണ്ടി കൊണ്ടുവന്ന് നിർത്തി, എന്തിനാ ഇവിടെ ഇരിക്കണം, നീ എന്തിനിവിടെ ഇരിക്കണം എന്ന് പറഞ്ഞ് ഒരു കാര്യമില്ലാതെ അടിച്ചെന്ന് പറഞ്ഞാൽ എൻ്റെ കൊച്ചിനെ അവിടെ ഇട്ട് ഉരുട്ടി കളഞ്ഞു, മെറ്റിലിട്ട് ഉരുട്ടി കുഞ്ഞിനെ. അവൻ ഒരു വർഷമാകുമ്പോൾ ഈ മെറ്റിലിൽ ഉരുട്ടുമ്പോൾ എൻ്റെ കൊച്ച് ഒറ്റ വാക്കേ ചോദിച്ചുള്ളൂ, നിങ്ങൾ എന്തിനാണ് എന്നെ അടിക്കണത് എന്ന് ചോദിച്ചപ്പോൾ നീ കഴിച്ചിട്ടുണ്ട്. 1.5 വയസ്സായ 2 ഇരട്ട പെൺകുട്ടികൾ. നിങ്ങൾ എന്തിനെന്നെ അടിക്കണമെന്ന് മാത്രമേ ഒരു വാക്ക് ചോദിച്ചുള്ളൂ, നീ ഇങ്ങോട്ടൊന്നും ചോദിക്കണ്ടാന്ന് പറഞ്ഞ് ലാത്തിക്കുള്ള കുത്താണ് ഇവിടെ. ലാത്തിക്കുള്ള കുത്തി കൊച്ച് അപ്പോഴത്തന്നെ അടിച്ചിട്ടിട്ട് അവർ കയറി. അവരൊന്ന് ഇറങ്ങി വരുന്നു, അവിടെ മറ്റവരെല്ലാവരും ഇറങ്ങി വരണം, അവൻ നിരപരാധിയാണോ, അതിനെ ഒന്നും ചെല്ലേ എന്ന് പറഞ്ഞിട്ട് അവർ കേൾക്കുന്നില്ല. അതിൻ്റെ ആറ്റിങ്ങൽ സ്റ്റേഷൻ ASI ഉണ്ടായിരുന്നു. കണ്ടാൽ അറിയാവുന്നവരാണ് 5 പേരും. കുഞ്ഞിന് കൊച്ചെന്ന് പറഞ്ഞാൽ അറിയില്ല. രാത്രി 12 മണിയായി ഹോസ്പിറ്റലിൽ എൻ്റെ മൂത്തവൻ വന്നാണ് കൊണ്ടുപോയത്. മൂത്തവനും അനിയത്തിയുടെ മകനും എല്ലാവരും കൂടെ വന്നാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. 5 ദിവസം അഡ്മിറ്റായിരുന്നു. കൊച്ച് ഇപ്പം ഈ നിമിഷം വരെയും കൊച്ച് ശാരീരിക അസ്വസ്ഥത്തിൽ. ഇപ്പം എൻ്റെ അടുത്ത് ഞാൻ ഇപ്പോൾ ഇത് പറയാൻ കാരണം എൻ്റെ കൊച്ച് എൻ്റെ അടുത്ത് പറയണത് ഈ 2 കുട്ടികളെയും കൊണ്ട്, അമ്മ ഞാൻ മരിച്ച എവിടെ എന്നെ ആത്മഹത്യ ചെയ്യും, എനിക്ക് വയ്യ, ജോലി ചെയ്യാൻ എൻ്റെ ശരീരം കൊണ്ട് വയ്യ. അവനെ തല്ലിച്ചയച്ചെങ്കിൽ അവനെ കേസെടുക്കണം. 1 വർഷമായിട്ട് കേസില്ല. അത്രയും വിഷയമാണ്. അത്രയും സങ്കടം അമ്മയ്ക്കുണ്ട്. വിധവയായ അമ്മയാണ്, അവൻ 2 ഇരട്ട കുഞ്ഞുങ്ങളാണ്. അത്രയും വിഷയമുണ്ട്. അത് എന്തായാലും ഒരു പക്ഷേ മാന്യമായ പുതിയ DGP എങ്കിലും മനസ്സിലാക്കണം ഈ കാര്യങ്ങളിലേക്ക്. 1 വർഷമായിട്ട് അമ്മ കയറി ഇറങ്ങിയാണ്, ഇതിൽ നീതി ലഭിച്ചിട്ടില്ല. ഈ പറയുന്ന ആ ചെറുക്കൻ ഇതുവരെ അവൻ ജീവിതത്തിലേക്ക് മടങ്ങി വന്നിട്ടില്ല. ഞങ്ങൾ എന്തായാലും അവനെ തല്ലിച്ചയച്ച വിഷ്വൽസും എല്ലാം നമ്മൾ കാണിക്കുന്നുണ്ട്. നീതി വേണം, ചൂണ്ടിക്കാണിക്കേണ്ട ഞങ്ങളും പരിഹാരം ഉണ്ടാക്കാൻ നിങ്ങളുമാണ്.